ഏവർക്കും നമസ്കാരം. ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അമ്മ എന്ന പേരിൽ ലോകമെമ്പാടും സുപ്രസിദ്ധിയായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ബാല്യകാലത്തെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സാധനകളും അവസാനം എൻലൈറ്റ്മെൻറ്റ്, ആത്മസാക്ഷാത്കാരം ഇവയെല്ലാം വിവരിക്കുന്ന ഗ്രന്ഥത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഭാവം കഴിഞ്ഞ് ദേവി സാധനയിലേക്ക് കടന്ന ഭാഗമാണ് ഇനി വരുന്നത്. സഹസ്രധാ ഭവേദേഗഃ സങ്കൽപാധിയതാ ഹരിഃ അംശാവതാരലീലാഭിഃ കുരുതേ ജാഗതിം സ്ഥിതിം. ഭഗവാൻ ഹരി ലോക സംരക്ഷണാർത്ഥം അംശാവതാര ലീലകൾ സ്വീകരിക്കും പോലെ സങ്കല്പശക്തിയാൽ ഒരു യോഗിക്ക് പലതുമാകാം. യോഗാവശിഷ്ടം ഭിക്ഷുപഖ്യാനം. ഭക്തിയുടെ ദിവ്യാമൃതം പാനം ചെയ്തവർ പിന്നെ അത് കൈവിടാറില്ല. ലക്ഷ്യം കണ്ട ശുഗ ബ്രഹ്മർഷി വരെയും ഭഗവത് കഥകൾ പാടി രസിച്ച് നടന്ന് ഭക്തിരസം നുകർന്നു വന്നു. ഭക്തന്മാർ ഭക്തിയല്ലാതെ സ്വർഗമോ മുക്തിയോ ഒന്നും തന്നെ കാക്ഷിക്കുന്നില്ല. ചെറുപ്പം മുതൽ ഭഗവാനിൽ മുഴുകി ലോകം മറന്ന് ജീവിച്ച സുധാമണി കൃഷ്ണഭാവാരംഭത്തോടെ ഒരു പ്രതിസന്ധിയിലായോ എന്ന് തോന്നി. താൻ തന്നെ കൃഷ്ണനാണെന്ന ഭാവം പൂർണ്ണമായപ്പോൾ കൃഷ്ണഭക്തിയിൽ മുഴുകാനോ കൃഷ്ണനെ ധ്യാനിക്കാനോ നിർവാഹമില്ലാതെയായി. ഭക്തിയുടെ ആനന്ദം ആസ്വദിക്കണമെങ്കിൽ മറ്റേതെങ്കിലും ദേവീദേവന്മാരുടെ നേരെ ഭക്തി തിരിച്ചുവിടുകയേ മാർഗമുള്ളൂ എന്ന് വന്നു. അങ്ങനെയിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായി ഒരു ദിവസം സുധാമണിക്ക് ഒരു ദിവ്യ ദർശനഭാഗ്യം ലഭിച്ചു. പകൽ സമയം ഒറ്റയ്ക്ക് മുറിയിലിരിക്കുമ്പോൾ നഗ്നനേത്രങ്ങൾക്ക് വിഷയീഭവിച്ചതാണ് ഈ അലൗകിക ദൃശ്യം. തികച്ചും അന്തർമുഖിയായി സുധാമണി കിടക്കുകയാണ്. ബാഹ്യവിഷയങ്ങളിലേക്ക് മനസ്സും ഇന്ദ്രിയങ്ങളും സഞ്ചരിക്കാതെ ആത്മവസ്തുവിൽ ലയിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു തേജോഗോളം മുമ്പിൽ അന്തരീക്ഷത്തിലായി പ്രത്യക്ഷപ്പെട്ടു. സൂര്യനെ പോലെ പ്രഭ വിതറുന്ന ഒരു ഗോളം. അസ്തമയത്തിലെ നിറം ചന്ദ്രനെ പോലെ തോന്നും. ഓറഞ്ച് നിറം. ആ ഗോളം ആകാശത്തുമല്ല ഭൂമിയിലുമല്ല, അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ഗോളത്തിൽ കിരീടം ധരിച്ച് ദേവിയിരിക്കുന്നു. അപ്പോൾ സുധാമണി കൃഷ്ണനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, കൃഷ്ണ, അമ്മ വന്നു നിൽക്കുന്നു. അമ്മയുടെ അടുത്ത് എന്നെ കൊണ്ടുപോകൂ. എനിക്ക് അമ്മയെ പിടിക്കണം. അപ്പോൾ ഭഗവാൻ തന്നെ പൊക്കിയെടുക്കുന്നതായി സുധാമണി കണ്ടു. വളരെ ഉയരത്തിൽ കൊണ്ടുപോയി. എന്തെല്ലാം കാഴ്ചകൾ! മലകൾ, കാട്, നീല നിറമുള്ള സർപ്പങ്ങൾ, ഭയങ്കര ഗുഹകൾ, ഇതൊക്കെ കണ്ടു. പക്ഷേ അമ്മയെ അവിടെയെങ്ങും കണ്ടില്ല. എനിക്ക് അമ്മയെ കാണണം, എൻ്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ജഗദാധാരയായ ദുർഗാഭഗവതിയുടെയും ഹൃദസ്മേരവദനം കണ്ണിന് മുന്നിൽ നിന്ന് മായുന്നില്ല. ജഗന്മാതാവിന്റെ ആ യാദൃശ്ചിക ദർശനം കൃഷ്ണതന്മയായി കഴിഞ്ഞിരുന്ന സുധാമണിയെ ഹഠത ആകർഷിച്ചു. ഹൃദയം ദേവിയുടെ നേരെ കുതിച്ചു. ദേവിയെ കെട്ടിപ്പിടിക്കണം, ദേവിയുടെ മടിയിലിരിക്കണം, അമ്മയെ ഉമ്മ വയ്ക്കണം എന്നെല്ലാമുള്ള ആഗ്രഹം ഉണർന്നു. ഉമാമഹേശ്വരിയുടെ മോഹനരൂപം കണ്ണിൽ നിന്ന് മറഞ്ഞെങ്കിലും ഹൃദയ ശ്രീകോവിലിൽ പ്രതിഷ്ഠിതമായി. ജനനം മുതൽ ഇതുവരെ കൃഷ്ണനെ അല്ലാതെ മറ്റൊരു ഈശ്വരരൂപവും സ്മരിക്കാൻ കഴിയാതിരുന്ന, കൃഷ്ണനെ അല്ലാതെ മറ്റൊരു ഈശ്വരരൂപത്തെ തിരിഞ്ഞു നോക്കുവാൻ പോലും ഇഷ്ടമില്ലാതിരുന്ന, കണ്ണനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന സുധാമണി ശ്രീദുർഗയായ അമ്മയ്ക്ക് വേണ്ടി പിടയാൻ തുടങ്ങി. മുറപ്രകാരം നടന്നു വന്നിരുന്ന കൃഷ്ണഭാവമൊഴികെ മറ്റെല്ലാ സമയങ്ങളിലും സുധാമണി ദേവി പ്രേമലഹരിയിൽ മുഴുകി. 5/3/1975 കൃഷ്ണഭാവം തുടങ്ങുന്നതുവരെ കൃഷ്ണസാധനയുടെ കാലമായിരുന്നു. പിന്നീട് 6 മാസം കഴിഞ്ഞ് ദേവീഭാവം ആരംഭിക്കുന്നതുവരെയുള്ള കാലം ദേവീ സാധനയിലൂടെ കടന്നുപോയി. ദേവീഭക്തിയുടെ വേലിയേറ്റത്തിൽ സുധാമണിയുടെ ഹൃദയം ഇളകിമറിഞ്ഞു. അക്കാലത്ത് സുധാമണിക്ക് ഉറക്കമില്ല, ഊണില്ല, കുളിയില്ല, നനയില്ല, ബാഹ്യബോധം തീരെയില്ല. മിക്കപ്പോഴും ഭാവസമാധിയിൽ മുഴുകി കഴിയും. ബാഹ്യബോധം വന്നാലുടൻ അമ്മ അമ്മ എന്ന് വിളിച്ച് കേഴും. അമ്മ, നീ എവിടെ? എനിക്ക് സത്യത്തെ കാട്ടിത്തരൂ. നിന്റെ മകളെ നിന്നിലേക്ക് അണയ്ക്കൂ. ഈ വേർപാട് എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കരയും. അമ്മേ ജഗദീശ്വരി, ഈ കുഞ്ഞിന്റെ വിളി കേൾക്കാത്തത് എന്താണ്? ഒന്ന് വരൂ അമ്മേ. നിന്റെ മകളെ വന്നെടുത്ത് മടിയിലിരുത്തൂ. നിനക്ക് അലിവില്ലാത്തത് എന്താണ്? എന്നെ നീ കൈവിട്ടു പോകരുതേ. വിജനമായ ഈ പ്രപഞ്ചവീഥിയിലൂടെ എത്ര കാലമായി അമ്മേ നിന്റെ മകൾ തേടി അലയുന്നു. അമ്മേ, നിന്റെ മനസ്സിൽ കാരുണ്യത്തിന്റെ നീരുറവ ഒരിത്തിരിയെങ്കിലും ഇല്ലേ? ഇക്കാലത്ത് സുധാമണി എഴുതിയ ഒരു കീർത്തനമാണിത്. കണ്ണുനീർ കൊണ്ടു നിൻ പാദം കഴുകിടാം കാത്യായനി, നീ കൈവിടല്ലേ.
എത്ര നാൾ വേണമെന്നംബികേ ത്വൽപാദ ദർശനമേകുവാൻ. കാമരാജപ്രിയേ നിൻ മനോശൈലത്തിൽ കാരുണ്യമുണ്ടോ ചൊല്ലു ചൊല്ല്. വിജനമാമീ വീഥിയിലൂടെൻ വരതെ തേടിയലയുന്നു ഞാൻ. കണ്ണുനീർ വേണമെൻ കഥയും വേണം കണ്ടു രസിക്കുവാൻ മാത്രമല്ലേ. ഒരു ചെന്നിറമലറപ്പത് താളിരിൽ അർപ്പിക്കാനായി നീ അനുവദിക്കൂ. അവധികൾ കേട്ടെൻ്റെ ആത്മാവ് ആശ്വസിക്കുന്നു നിന്മായയാൽ അംബികേ. കാമരാജപ്രിയേ നിൻ മനോശൈലത്തിൽ കാരുണ്യമുണ്ടോ ചൊല്ലു ചൊല്ല്. കണ്ണുനീർ കൊണ്ടു നിൻ പാദം കഴുകിടാം കാത്യായനി നീ കൈവിടല്ലേ. അമ്മയുടെ ചിന്മനോഹര രൂപത്തിൽ ചെന്ന് ലയിക്കാതെ ശാന്തി കിട്ടുകയില്ല എന്ന് ആ യുവ തപസ്വിനിക്ക് തോന്നി തുടങ്ങി. ആശ്രയമില്ലാതെ അലഞ്ഞു തിരിയുന്ന തൻ്റെ ഭക്തനെ എങ്ങനെയും നീ തുണയ്ക്കുമെന്ന് പറഞ്ഞ ആ ഗീതാസാരം വ്യർത്ഥമായെന്നോ? എൻ്റെ സന്താപമകറ്റാൻ അമ്മേ നീ വന്നു ചേരാത്തത് എന്താണ്? അമ്മയോടുള്ള നിർമ്മല ഭക്തിയുടെ ഒരു തുള്ളിയെങ്കിലും ലഭിച്ച് ധന്യാകുവാനായി ആ ഭക്ത ഉഴറി. കരയുന്ന മക്കളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന അമ്മേ നീ വരാത്തത് എന്താണ്? എത്ര നാളായി ഞാൻ വിളിക്കുന്നു. കൃഷ്ണസാധനയുടെ അവസാനം ലോകം മുഴുവനും കൃഷ്ണമയമായി കണ്ട സുധാമണി ഇപ്പോൾ പ്രകൃതിയെ ദേവീമയമായി കാണാൻ തുടങ്ങി. വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും ദേവി എന്ന് കരുതി സംസാരിക്കും. എല്ലാം എല്ലാം ദേവി തന്നെ, ഭൂമിയും ദേവി തന്നെ. അമ്മയുടെ മടിയിൽ കിടന്നുരുളുന്നു എന്ന ഭാവത്തിൽ നിലത്ത് കിടന്നുരുളും. അമ്മേ നീ എവിടെ എവിടെ ഒന്ന് വരില്ലേ എന്ന് ചോദിച്ച് കേണുകൊണ്ട് മണ്ണിൽ കിടന്ന് ഉരുളും. ഒരു ദിവസം കളരിയിലെ ധ്യാനം കഴിഞ്ഞ് ശരീരബോധമില്ലാതെ കുഞ്ഞ് വെളിയിൽ വന്നു. മുട്ടുകാലിൽ ഇഴഞ്ഞിഴിഞ്ഞ് ഒരു തെങ്ങിന്റെ ചുവട്ടിൽ പോയി അനങ്ങാതെ ഇരുന്ന് അമ്മേ അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞു. എത്ര സമയം അങ്ങനെ കഴിഞ്ഞുപോയി എന്നറിയില്ല. താൻ കൊച്ചുകുഞ്ഞും പ്രകൃതിയാകുന്ന ജഗദമ്പ തന്റെ അമ്മയും എന്ന ഭാവമായിരുന്നു അപ്പോൾ സുധാമണിക്കുണ്ടായിരുന്നത്. ദേവിയാണെന്ന് കരുതി തെങ്ങിനെ കെട്ടിപ്പിടിക്കും. താഴെ നോക്കിയാൽ ലൗകികരായ ആളുകളുടെ ഇടയ്ക്ക് കിടന്ന് മനസ്സ് ദുഷിച്ചാലോ? അതുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയിരിക്കും. മാനത്ത് കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ വിചാരിക്കും അത് ദേവിയുടെ മുടിയാണെന്ന്. ദിക്കുകളുടെ കരങ്ങളിൽ മിന്നൽ പിണറിന്റെ വാളിളക്കവുമായി മാനം മുട്ടെ അതാ അമ്മ വന്നു നിൽക്കുന്നു. ചീറിപ്പായുന്ന കാറ്റ് അമ്മയുടെ ഭുൽക്കാരമല്ലാതെ മറ്റെന്താണ്? ദേവി പ്രേമലഹരിയിൽ ആടിയുലയുന്ന സുധാമണിയുടെ ചെയ്തികൾ ബുദ്ധിസ്ഥിരതയില്ലായ്മയുടെ ലക്ഷണമാണെന്ന് വീട്ടുകാർക്ക് തോന്നി. അവരുടെ അവിവേകവും നിർദ്ദയത്വവും കുഞ്ഞിനെ പീഡിപ്പിച്ചു. അമ്മേ ഞാൻ ഇത്ര ചീത്തയോ? വീട്ടുകാർ എന്നെ എങ്ങനെ ദ്വേഷിക്കുന്നതെന്തേ? സൗന്ദര്യമുള്ളവരെ സ്നേഹിക്കുന്ന രീതിയാണ് ലോകത്തിൽ. നിസ്വാർത്ഥ സ്നേഹം എങ്ങും കാണാനില്ല. ദേവി എല്ലാം വിധിയായി തോന്നുന്നു. ദേവി നിന്റെ മകളെ നിന്റെ മടിത്തട്ടിലേക്ക് സ്വീകരിക്കൂ അമ്മേ, കുഞ്ഞ് കരഞ്ഞു വിളിച്ചു. വീട്ടുകാരുടെ മനുഷ്യത്വമില്ലായ്മയിൽ സഹിക്കെട്ട് ഒരു ദിവസം സുധാമണി കടലിൽ ചാടാൻ പോയി. ഈശ്വരനു വേണ്ടി എല്ലാം വലിച്ചെറിയുവാനുള്ള വൈരാഗ്യം ആളിക്കത്തി. സുധാമണി ത്യാഗത്തിന്റെ ഉജ്ജ്വല പ്രതീകമായി വിളങ്ങി. പക്ഷേ ശരീരത്യാഗത്തിനുള്ള ശ്രമം ജഗദംബയ്ക്ക് അഭികാമ്യമായില്ല എന്ന് തോന്നുന്നു. കടലിൽ ചാടാൻ ചെന്നപ്പോൾ കടലും അമ്മയാണെന്ന് കണ്ടു. പിന്നെ എങ്ങനെ ചാകും? ഭക്തിയുടെ മൂർധന്യത്തിൽ മരണം സാധ്യമല്ല. തൻ്റെ കുഞ്ഞിനെ ഈശ്വരൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും. അതിന് പ്രഹ്ലാദനെ പോലുള്ള ഭക്തരുടെ ജീവിതം സാക്ഷിയാണ്. ഭക്തിലഹരി ലാമഗ്നയായി നടന്ന് ഓർമ്മയില്ലാതെ സുധാമണി എവിടെയെങ്കിലും ഇരിക്കും. ഓർമ്മ വരുമ്പോൾ പിന്നെയും എഴുന്നേറ്റ് നടക്കും. തികഞ്ഞ ഭക്തി ഉന്മാദത്തിന്റെ നാളുകൾ കടന്നുപോയി. മരങ്ങളെല്ലാം ദേവിയാണെന്ന് തോന്നും. അവയെ കെട്ടിപ്പിടിക്കും. ജലം ദേവിയാണെന്ന് തോന്നും. കായൽപ്പരപ്പിൽ മൂക്കുതൊടുവിച്ച് ദേവിയെ ഉമ്മ വയ്ക്കും. ഏതെങ്കിലും തുണി കയ്യിലെടുത്താൽ അമ്മയായി തോന്നും. വേഗം താഴെയിടും. അമ്മ അമ്മ എന്ന് വിളിച്ചു കരയും. കാറ്റും അമ്മയാണ്. പൂക്കൾ മാറോട് അടുക്കി പിടിച്ച് അമ്മയെ വിളിച്ചു കരയും. അവ ആ ഭക്തിയുടെ ദേവീസ്മരണയും വിരഹതാപവും വർദ്ധിപ്പിക്കും. രാത്രികാലങ്ങളിൽ ഏകാന്തമായ കടൽ തീരത്ത് ചെന്നിരുന്ന് തനിച്ച് ഇരുന്നാലുള്ള അനുഭൂതി അനുഭവിച്ചറിയുക തന്നെ വേണം. സാധകന്മാരുടെ കാര്യം പറയുകയും വേണ്ട. ആർത്തിരമ്പുന്ന കടൽ, നക്ഷത്രങ്ങൾ മിന്നുന്ന അനന്താകാശം, ഇരുൾ മൂടിയ അന്തരീക്ഷത്തിൽ കുളിരി പരത്തി എത്തുന്ന കടൽക്കാറ്റ്. മനസ്സ് വേഗം ഉദ്ദീപ്തമായി ഈശ്വരനിൽ ഉറയ്ക്കും. വീടിനെ തൊട്ടുമുട്ടി പടിഞ്ഞാറ് കടലാകിയാൽ സുധാമണി രാത്രികാലങ്ങളിൽ കടൽ തീരത്ത് പോയിരുന്ന് ധ്യാനിക്കുമായിരുന്നു. മണിക്കൂറുകൾ പോകുന്നത് അറിയുകയില്ല.
മകളെ കാണാതെ തിരക്കി നടക്കുന്ന സൂണച്ചൻ കടൽക്കരയിൽ കുറ്റി പോലെ നിശ്ചലയായി ധ്യാനത്തിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടെത്തും. കടൽ തീരത്ത് ഒരു മരക്കുറ്റി താഴ്ത്തിയിട്ടുണ്ട്. അതിന്റെ അടുക്കലാണ് കുഞ്ഞ് ധ്യാനിക്കുക പതിവ്. ആ കുറ്റി ചൂണ്ടിക്കാണിച്ചിട്ട് പിൽക്കാലത്ത് അമ്മ ഭക്തരോട് പറഞ്ഞു, ഇതെന്റെ കുറ്റിയാണ്, ഇവിടെ ഇരുന്നാണ് ഞാൻ രാത്രിയിൽ ധ്യാനിച്ചിരുന്നത്. രാത്രിയിൽ കടൽ തീരത്ത് ഒരു ചെറുപ്പക്കാരി പോയിരുന്നാൽ ജനങ്ങൾ മിണ്ടാതിരിക്കുമോ? അതിനെ ചൊല്ലി അപവാദമായി. അപ്പോൾ സുഗുണച്ചൻ മകളെ അതിൽ നിന്നും വിലക്കി. ലോകമര്യാദയ്ക്ക് വഴങ്ങി സുധാമണി കടൽ തീരത്ത് ധ്യാനിക്കാൻ പോകുന്നത് നിർത്തി. ഇക്കാലത്ത് ദിനകൃത്യങ്ങൾ പോലും ശരിക്ക് നിർവഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി സുധാമണി. പല്ല് തേക്കാനിരുന്നാൽ അങ്ങനെ അങ്ങ് ധ്യാനത്തിലാകും. മണിക്കൂറുകൾ സമാധിയിൽ കഴിയും. ആരെങ്കിലും തേപ്പിച്ചു കൊടുത്താൽ പല്ല് തേച്ചെന്ന് വരും. കുളിമുറിയിൽ ചൂടുവെള്ളം കാണും. കുളിക്കാൻ പോകും. അപ്പോഴാണ് ഓർക്കുക തോർത്തെടുത്തില്ലെന്ന്. തോർത്തെടുത്താലോ സോപ്പ് മറന്നു പോകും. കുളിക്കുന്നതിന് എത്ര സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്? ഒന്നും വേണ്ട, ധ്യാനിച്ച് കളയാമെന്ന് കരുതി സുധാമണി കുളിമുറിയിലിരുന്ന് ധ്യാനത്തിൽ മുഴുകും. ആരെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ പിടിച്ച് പൊക്കിക്കൊണ്ടുവരും. വീട്ടുകാർക്ക് സുധാമണിയെ നോക്കാൻ നേരമില്ല. അവർക്ക് അവരുടെ ജോലികളുണ്ട്. ദേവിയിൽ മനസ്സിലയിച്ച് ബാഹ്യബോധമില്ലാതെ കുഞ്ഞ് എവിടെയെങ്കിലും ചെളിയിൽ കിടക്കുകയായിരിക്കും. അയൽപക്കത്തെ സ്ത്രീകൾ വന്ന് സുധാമണിയെ പൊക്കിയെടുക്കും. പല്ല് തേപ്പിക്കും, കുളിപ്പിക്കും, നല്ല വസ്ത്രം അണിയിക്കും. വളരെ നിർബന്ധിച്ച് അല്പം ആഹാരം എന്തെങ്കിലും കഴിപ്പിക്കും. ചിലപ്പോൾ അടുത്ത വീട്ടിലെ ചെല്ലമ്മയും മകൾ വത്സലയും വരും. മറ്റു ചിലപ്പോൾ ശ്രീമാൻ ഭാസ്കരന്റെ ഭാര്യ പുഷ്പാവതി ശുശ്രൂഷയ്ക്കെത്തും. തെക്കേ വീട്ടിലെ ശങ്കുണ്ണിയുടെ മക്കളായ രതി, രമ എന്നിവരും കിഴക്കേ വീട്ടിലെ ഐഷയും അമ്മയ്ക്ക് സഹായികളായി എത്തിയിരുന്നു. അക്കാലത്തെക്കുറിച്ച് അമ്മ ഒരിക്കൽ പറഞ്ഞു, ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഞാൻ മന്ത്രം ജപിക്കുമായിരുന്നു. ഒരു തവണ മന്ത്രം ജപിച്ചതിനു ശേഷമേ അടുത്ത ചുവട് വച്ചിരുന്നുള്ളൂ. ഓരോ ജോലി ചെയ്യുമ്പോഴും അത് തീരുന്നതിനു മുമ്പ് ഇത്ര പ്രാവശ്യം മന്ത്രം ജപിക്കുമെന്ന് നേരത്തെ നിശ്ചയിക്കും. ഒന്ന് മുങ്ങിപ്പൊങ്ങുന്നതിന് മുമ്പ് ഇത്ര തവണ മന്ത്രം ജപിക്കുമെന്ന് തീരുമാനിക്കും. നടക്കുമ്പോൾ മന്ത്രം ജപിക്കാതെ ഒരു കാൽ മുന്നോട്ട് വച്ചാൽ ആ കാൽ വേഗം പിൻവലിക്കും. എന്നിട്ട് മന്ത്രം ജപിക്കും. എന്നിട്ടേ ആ കാൽ വീണ്ടും മുന്നോട്ട് വച്ചിരുന്നുള്ളൂ. ആരിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ അമ്മ എന്ന് മാത്രമാണ് മന്ത്രമായി ജപിച്ചിരുന്നത്. ഒരു മിനിറ്റ് സുധാമണി വെറുതെ ഇരിക്കുകയില്ല. എപ്പോഴും ധ്യാനം തന്നെ. ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ അവരെ ദേവീരൂപമായി സങ്കല്പിക്കും. അവർ വാദവരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. സുധാമണി അതൊന്നും അറിയുക തന്നെയില്ല. ദേവിയെ ധ്യാനിച്ചിരിക്കും. ഒരു നിമിഷം പാഴായാൽ ഈശ്വര ഇത്രയും സമയം പാഴായല്ലോ എന്ന് ഭയങ്കര വ്യാകുലത തോന്നും. അപ്പോൾ ഇരട്ടി സാധന ചെയ്യും. മഴയെന്നില്ല, വെയിലെന്നില്ല, എപ്പോഴും ധ്യാനം തന്നെ. വലിയ മഴയോ വെയിലോ ഉള്ളപ്പോൾ സൂണച്ചനും ദമയന്തി അമ്മയും കൂടി കുഞ്ഞിന്റെ തലയ്ക്ക് മുകളിൽ തട്ടിക്കെട്ടും. തട്ടിക്കെട്ടിയാൽ തട്ടി മറിച്ചിട്ടിട്ട് കുഞ്ഞ് എഴുന്നേറ്റ് പോകും. കുഞ്ഞ് അവരോട് പറഞ്ഞു, ഇതും ദുഃഖത്തിന് കാരണമാണ്. എത്രനാൾ നിങ്ങളിത് ചെയ്യും? നിങ്ങളില്ലെങ്കിൽ വേറെ ആരിത് ചെയ്യും? ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഇതിനപ്പുറം പോകുന്നതാണ് എനിക്കിഷ്ടം. ദേവിയെ കാണാതെ കുഞ്ഞ് പൊട്ടിപ്പൊട്ടി കരയും. പിള്ളേരെല്ലാം ചുറ്റും കൂടും. ചേച്ചി കരയല്ലേ, തലവേദനയാണോ എന്നെല്ലാം അവർ ചോദിക്കും. പിന്നെ പിന്നെ അവർക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. ദേവിയെ കാണാത്തത് കൊണ്ടുള്ള ദുഃഖമാണ്. അപ്പോൾ സുഗുണമ്മയോ ആരെങ്കിലും സാരി ചുറ്റി മുടിയഴിച്ചിട്ട് ദേവിയെ പോലെ നിൽക്കും. ദേവി പ്രത്യക്ഷമായെന്ന് കരുതി സുധാമണി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയും. സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ ദേവിയാണെന്ന് കരുതി കെട്ടിപ്പിടിക്കും. തന്നെ സ്വന്തം ഇഷ്ടത്തിന് ഇരുത്തിയില്ലെങ്കിൽ കുഞ്ഞ് ദേവിയോട് വഴക്കിന് പുറപ്പെടും. പൂജാമുറിയിൽ കയറി ഇത്ര സമയം ഇരിക്കണമെന്ന് കരുതും. ഇവിടെ ഇരിക്കു ശരീരമേ എന്ന് പറയും. അത് പറ്റാതെ വന്നാൽ ദേഹമെല്ലാം കടിച്ചു പറിക്കും. ദേവിയോട് പറയും, നിന്റെ വേല നിന്റെ കയ്യിലിരിക്കട്ടെ, എൻ്റെ അടുത്ത് വേണ്ട. എന്നെ ഇവിടെ ഇരുത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഉദ്ദേശിക്കുന്ന സമയം വരെ ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിൽ ദേവിയെ കടിക്കും. പിന്നെയാണ് മനസ്സിലാക്കുക താൻ തൻ്റെ ശരീരം തന്നെയാണ് കടിച്ചതെന്ന്. ബുദ്ധി വിട്ടുപോയി. അവര് വേല വച്ചിട്ടങ്ങ് പോയി. കഷ്ടപ്പെടാൻ നമ്മൾ വേണം എന്ന മട്ടായി. ഒരു ദിവസം ഉദ്ദേശിച്ച സമയം അത്രയും ധ്യാനിക്കാൻ പറ്റിയില്ല. അമ്മ എന്താണ് എന്നെ ഇരുത്താത്തത് എന്ന ചിന്തയായി. കളരിയിൽ നിന്ന് ഓടിയിറങ്ങി വന്ന് ഒരു വലിയ ഒലക്കെടുത്തുകൊണ്ട് തിരിച്ചു കളരിയിലേക്ക് ചെന്നു ദേവിയെ തല്ലാൻ. നിന്നെ ഇന്ന് ഞാൻ കുഞ്ഞ് ദേവിയോട് ഗർജിച്ചു. പിന്നീടാണ് ബുദ്ധി ഉദിച്ചത്. അപ്പോൾ ചിന്തിച്ചു, ഇതെന്ത്, ദേവിയെ തല്ലുകയോ? ഇതൊക്കെ ശരിയാണോ? നടക്കുന്ന കാര്യമാണോ? പിന്നെ ഒലക്കയും കൊണ്ടിങ്ങ് പോന്നു. തന്റെ സഹോദരിക്ക് വട്ടുപിടിച്ചു എന്ന് സുഭകൻ കരുതി. പെങ്ങളുടെ നടപടികളൊന്നും അയാൾക്ക് രസിച്ചില്ല. ഭാവം നിർത്തണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് അയാൾ സഹോദരിയെ അടിക്കുകയും ഇടിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഭാവം കഴിഞ്ഞ കുഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു.
സുഭകൻ വാതിൽ പടിയിൽ കയറി നിന്നുകൊണ്ട് സുധാമണിയുടെ വഴി തടഞ്ഞു. ക്രുദ്ധനായി അയാൾ അലറി, അകത്ത് കയറി പോകരുത്. നിന്റെ ആട്ടവും പാട്ടും നിർത്തിയിട്ട് വീട്ടിൽ കയറിയാൽ മതി. ഈശ്വരേച്ഛ എന്ന് കരുതി കുഞ്ഞ് വീടിന്റെ മുറ്റത്ത് മാറിയിരുന്നു. ആ മണ്ണിലും ഇരിക്കരുത് എന്ന് സുഭകൻ ശഠിച്ചു. അപ്പോൾ ഒരു പിടി മണ്ണെടുത്തിട്ട് സുധാമണി സുഭകനിന്റെ നിര നീട്ടിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മണ്ണാണെങ്കിൽ ഇതൊന്ന് എണ്ണിത്തരൂ. എന്റെ മണ്ണ്, എന്റെ വീട് എന്നെല്ലാം മുറവിളി കൂട്ടുന്നതിന്റെ നിരർത്ഥകത മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുവാൻ ആ നിമിഷവും സുധാമണി ഉപയോഗിച്ചു. അന്നു തൊട്ട് സുധാമണി വെളിയിൽ തന്നെ കിടക്കാൻ തുടങ്ങി. വീട്ടിൽ കയറാൻ കൂട്ടാക്കിയില്ല. 4-5 വർഷം അങ്ങനെ തുടർന്നു. ഒടുവിൽ ആശ്രമം കിട്ടിയപ്പോൾ അതിൽ താമസമാക്കി. ഇതേപ്പറ്റി അമ്മ പിന്നീട് പറഞ്ഞു, ഇങ്ങനെ ദുഃഖമുണ്ടാകുന്നത് കൊണ്ട് സത്യമെന്ത് മിഥ്യയെന്ത് എന്ന് നിരന്തരം ചിന്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഇവരാരും എൻ്റെ ബന്ധുക്കളല്ല, ഈശ്വരൻ മാത്രമേ ബന്ധു ആയിട്ട് ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിൽ കിടക്കാതെ വെളിയിൽ താമസിച്ചു തുടങ്ങിയ കാലത്ത് ആഹാരവും സുധാമണിക്ക് പ്രശ്നമായി. സാധനാകാലത്ത് ലൗകികരുടെ ഭക്ഷണം കഴിക്കാൻ വയ്യ. വീട്ടുകാരെല്ലാം ലൗകികർ. ഈശ്വര ചിന്ത ചെയ്യാതെ വീട്ടുകാരുണ്ടാക്കുന്ന മലിന ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല. ചിലപ്പോൾ ഭാവദിവസം കുടിക്കാൻ പാൽ കിട്ടും. പച്ചവെള്ളം കലർന്ന പാലാണെങ്കിൽ തൊടാൻ പോലും വയ്യ. ഇങ്ങനെ ആയപ്പോൾ കുഞ്ഞ് ആഹാരം കഴിക്കുന്നത് ചുരുക്കി. അഥവാ വിശക്കുന്നു എന്ന് തോന്നിയാൽ അയലത്തെങ്ങാനും ചെന്ന് വല്ലതും വാരി തിന്നും. അപ്പോൾ അവർ പറയും, സുധാമണി വരണമെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നതാണ് എന്ന്. ചിലപ്പോൾ ചെളി വാരി തിന്നും, തേയിലക്കൊന്ത് വാരി തിന്നും, കുപ്പിമുറി തിന്നും. അങ്ങനെ വയറിനെ ചുരുക്കാനും നാക്കിനെ നിയന്ത്രിക്കാനും സാധിച്ചു. വയറിനു വേണ്ടിയാണല്ലോ മനുഷ്യർ തെറ്റുകളെല്ലാം ചെയ്യുന്നത്. സാധനയുടെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിൽ സുധാമണി 6 മാസത്തോളം വെറും തുളസിയിലയും തെറ്റിപ്പൂവും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ മനസ്സ് ദേവിയിലാണ്, ശരീരത്തിലല്ല. അതുകൊണ്ട് വിശപ്പ് തോന്നിയിരുന്നില്ല. ഒരു നിമിഷം പോലും അമ്മയെ പിരിഞ്ഞിരിക്കുവാൻ വയ്യ. എപ്പോഴും അമ്മയെ കണ്ടുകൊണ്ടിരിക്കണം. അമ്മയുടെ വിരഹം പ്രാണനെടുക്കുന്നു. ഉന്മാദിനിയെപ്പോലെ ആ യുവതപസ്വിനി ദേവിയെ വിളിച്ച് കേണു. അമ്മേ, നീ ഭക്തസുലഭയാണെന്ന് കേട്ടിരിക്കുന്നു. എന്നിട്ടും നീ ഈ മകളുടെ മുൻപിൽ വരാത്തതെന്താണ്? നീ എന്തിനിങ്ങനെ മറഞ്ഞിരുന്ന് രസിക്കുന്നു? സ്നേഹമയി എന്ന് പ്രസിദ്ധിയായ നീ ഈ അഗതിയുടെ കാര്യത്തിൽ മാത്രം ക്രൂരമയായി തീർന്നത് എന്താണ്? തീർച്ചയായിട്ടും അത് അമ്മയുടെ കുറ്റമാകാനിടയില്ല. ഞാൻ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായിരിക്കണം. എന്നാലും അമ്മേ, നിന്നെ വിളിച്ച് കരയുന്നവരുടെ ദുഷ്കർമ്മ ഫലങ്ങളെല്ലാം കഴുകിപ്പോകുമെന്നും അമ്മ തന്റെ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോടണയ്ക്കാൻ ഓടിയെത്തുമെന്നും ഋഷീശ്വരന്മാർ പറഞ്ഞതൊക്കെ അസത്യമാകുമോ? ജഗന്മാതാവേ, സർവേശ്വരി, മഹാമായേ, സ്നേഹമൂർത്തേ, നീ സർവകാര്യവിധായിനി എന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് എൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ നിനക്ക് നേരമില്ലാതെ പോയോ? പറയൂ ശ്യാമേ, എങ്ങനെ ഞാൻ നിന്റെ ഹൃദയത്തെ തൊട്ടുണർത്തും? എന്ത് ചെയ്താൽ നിന്റെ മനസ്സലിയും? നിനക്ക് വേണ്ടി ഈ ഉള്ളവൾ എല്ലാം വലിച്ചെറിയാം. പണം വേണ്ട, പദവി വേണ്ട, സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, ബന്ധുമിത്രാദികൾ വേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട. നിന്റെ മായാപ്രപഞ്ചത്തിലെ ഒന്നും എനിക്ക് വേണ്ട. ഈ ലോകം ദുഃഖപൂർണം. എൻ്റെ അമ്മയെ കിട്ടാതെ എനിക്ക് ശാന്തിയില്ല, ഒന്നുകൊണ്ടും സമാധാനമില്ല. എൻ്റെ മായാരോഗത്തിന് നീ തന്നെ മഹൌഷധം. വരൂ അമ്മേ, അമ്മയുടെ ആ പുഞ്ചിരി പൂന്തിലാവിൻ്റെ കുളിർമയിൽ എൻ്റെ എരിയുന്ന ഹൃദയം തണുക്കട്ടെ. എന്തിന് എന്നെ ഇങ്ങനെ ഇരിക്കുന്നു? അഗ്നിജിഹ്വയായ നിന്റെ സ്വഭാവം ഭസ്മീകരിക്കൽ ആണെന്ന് എനിക്കറിയാം. എന്നാലും അമ്മേ, നിന്റെ അഗ്നിയിൽ വിറകാകുവാൻ ഞാനേയുള്ളോ? ദുഷ്ടസംഹാരിണിയായ നീ എന്നെ കത്തിച്ച് രസിക്കാൻ കാരണമെന്ത്? ഈ കലിയുഗത്തിൽ ദുഷ്ടന്മാർക്ക് ക്ഷാമമില്ലല്ലോ. അവരെ യഥേഷ്ടം വിടിട്ട് ഈ സാധുവിനെ പീഡിപ്പിക്കുന്നതാണോ നിന്റെ ധർമ്മസംരക്ഷണം? അമ്മേ, സങ്കടം കൊണ്ട് ഞാൻ ഭ്രാന്ത് പുലമ്പുന്നു. അമ്മയുടെ കുഞ്ഞല്ലേ ഞാൻ. എന്നെ മുഴുഭ്രാന്തിയാക്കാൻ വിടല്ലേ തായേ. നീ കൈവടിഞ്ഞാൽ എനിക്ക് ആരുമില്ല. നിന്നെ മാത്രം ശരണം പ്രാപിച്ച എന്നെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? നിരന്തരമായ സാധനയുടെ ശക്തി കൊണ്ട് ശരീരം ചൂടുപിടിക്കും. ദേഹം തീക്കനൽ പോലെ പൊള്ളും. ദേഹത്ത് വസ്ത്രമിടുന്നത് പോലും അസഹ്യം. ആശ്വാസത്തിനായി സുധാമണി ചെളിയിലും കയൽത്തോട്ടിലും പോയി കിടക്കും. എവിടെയെങ്കിലും യാത്ര പോകുവാൻ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നിരിക്കട്ടെ. നിസാര കാരണം മതി, മനസ്സ് ബാഹ്യപ്രപഞ്ചം വിട്ട് വേറെങ്ങോ ഉയരും. നിലത്ത് കിടന്ന് ഉരുളുവാനും ആനന്ദോന്മത്തയായി പൊട്ടിച്ചിരിക്കുവാനും തുടങ്ങും. ആളുകൾ ചുറ്റിനും കൂടും. ചിലർ പരിഹസിക്കും, ചിലർ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. കൊച്ചുകുട്ടികൾ കൂവി വിളിക്കും. ധ്യാനം കഴിയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വിശപ്പ് തോന്നും. അടുത്ത വീട്ടിലെ പുഷ്പവല്ലിയമ്മ സ്വന്തം കുഞ്ഞിനെ മുലപ്പാല് കൊടുക്കുകയായിരിക്കും. സുധാമണിക്ക് ശിശുഭാവമാണ്, ജഗദംബികയുടെ ശിശു. പുഷ്പവല്ലി അമ്മയെ ദേവിയാണെന്ന് കരുതി അവരുടെ കുഞ്ഞിനെ തള്ളി മാറ്റിയിട്ട് സ്വയം പാല് കുടിക്കാൻ തുടങ്ങും. ആ കുഞ്ഞ് കിടന്ന് കരയും.
പിന്നെ അവർ സ്വന്തം കുഞ്ഞിനെ പാല് കൊടുത്തിരുന്നത് സുധാമണി കാണാതെയാണ്. വീട്ടുകാരിൽ നിന്നകന്ന് ഏകാന്തതയിൽ തീവ്രസാധനയുമായി കഴിഞ്ഞിരുന്ന ഈ ഘട്ടത്തിൽ പല മനുഷ്യേതര ജീവികളും സുധാമണിയുടെ സുഹൃത്തുക്കളായി മാറുകയുണ്ടായി. പ്രേമമൂർത്തിയായ ദേവിയെ പ്രകൃതിയിലെങ്ങും ദർശിച്ചു തുടങ്ങിയ സുധാമണിയോട് സർവചരാചരവും മൈത്രിയിലാവുകയും അടുത്ത് പെരുമാറുകയും ചെയ്തു. ശരിയായ പ്രേമത്തിന്റെ മുന്നിൽ കടുവയും കാട്ടുപോത്തും വരെ മൃദുപ്രകൃതികളാകും. ഒരു ദിവസം സുധാമണി കളരിയിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. കലശലായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. എന്തെങ്കിലും കഴിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായി. വീട്ടിൽ നിന്ന് സുധാമണി ആഹാരം കഴിക്കാറില്ല. സാധനയുടെ ഉയർന്ന ഘട്ടത്തിൽ വളരെ ശുദ്ധമായ ആഹാരമേ ദേഹത്തിന് പിടിക്കുകയുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ കുഞ്ഞ് കളരിയിൽ നിന്നും പുറത്തു വന്നു. ഒരു കറവ പശു കളരിയുടെ വാതിൽക്കൽ കാൽ പൊക്കി മലർന്നു കിടക്കുന്നത് കണ്ടു. തന്റെ വിശപ്പ് മനസ്സിലാക്കി ഈശ്വരൻ കരുണ കാണിച്ചതാണ് എന്ന് ആശ്വസിച്ച് കുഞ്ഞ് അതിന്റെ അകിടിൽ നിന്ന് പാൽ കുടിച്ച് വിശപ്പടക്കി. പിന്നീട് അതൊരു പതിവായി തീർന്നു. സുധാമണി ധ്യാനം കഴിഞ്ഞു വരുന്നതും കാത്ത് പശു കളരിയുടെ വാതിൽക്കൽ തന്നെ കിടക്കും. അത് പുല്ല് തിന്നാൻ പോവുകയോ കിടാവിന് പാൽ ചുരത്തുകയോ ഇല്ല. അതിനെ എഴുന്നേൽപ്പിച്ചു വിടാൻ സുഗുണച്ചനും മറ്റും പലതവണ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പശുവിന്റെ വാൽ പിടിച്ച് തിരിക്കുകയും ദേഹത്തെ വെള്ളം കോരി ഒഴിക്കുകയും ഒക്കെ ചെയ്തിട്ടും പശു അനങ്ങിയില്ല. ഒരു ദിവസം സുധാമണിക്ക് കുടിക്കുവാൻ അടുത്തൊരു വീട്ടിൽ നിന്ന് പാൽ വാങ്ങിക്കൊണ്ടുവന്നു. വെള്ളം ചേർത്ത പാലായിരുന്നതിനാൽ സുധാമണി അത് കുടിച്ചില്ല. മായം ചേർത്ത പാൽ കുടിച്ചാൽ ഛർദ്ദിക്കും. തന്നെയല്ല, അത്തരം പാൽ കൊടുത്തയക്കുന്ന വീട്ടുകാർക്ക് ദോഷം വരാനുമിടയുണ്ട്. അതിനാൽ ഈശ്വരൻ തരുന്നെങ്കിൽ മതി എന്ന് സുധാമണി നിശ്ചയിച്ചു. അത് ഈശ്വരൻ കൈക്കൊണ്ടു എന്നതിൻ്റെ സൂചനയായി അടുത്ത ദിവസം ഒരു സംഭവം നടന്നു. പറയക്കടവിൽ നിന്ന് 6-7 കിലോമീറ്റർ തെക്കുള്ള ഭണ്ഡാരതുരത്തിലെ ബന്ധുവീട്ടിൽ 4-5 വർഷം മുമ്പ് സുധാമണി ജോലിക്ക് പോയിരുന്നല്ലോ. അവിടെയുള്ള ഒരു വീട്ടിലെ ഗൃഹനാഥൻ ഒരു ദിവസം തൊഴുത്തിൽ നിന്ന് പശുവിനെ അഴിക്കുകയായിരുന്നു. പെട്ടെന്ന് പശു കുതിറിച്ചാടി കടപ്പുറത്തുകൂടി വടക്കോട്ടോടാൻ തുടങ്ങി. അതിനെ പിന്തുടർന്ന് ഗൃഹനാഥനും ഓടി. പിടികൊടുക്കാതെ ഓടിയ പശു പറയക്കടവിൽ സുധാമണിയുടെ വീട്ടിലെത്തി. അത് നേരെ പോയത് സുധാമണി ധ്യാനിച്ചിരുന്ന സ്ഥലത്തേക്കാണ്. പശു കുഞ്ഞിനെ മുട്ടിയൊരുമി നക്കി സ്നേഹം പ്രകടിപ്പിച്ചു. 4-5 വർഷത്തിന് ശേഷം കണ്ടതല്ലേ. സുധാമണി ധ്യാനത്തിലായിരുന്നു. പശു അടുത്തു കിടന്നു. ധ്യാനത്തിൽ നിന്നുണർന്ന സുധാമണി പശുവിനെ കണ്ടു. പശു കാൽ പൊക്കി അകിട് കാട്ടിക്കിടന്നു. പശുവിന്റെ ഇംഗിതം മനസ്സിലാക്കിയ സുധാമണി അതിന്റെ അകിടിൽ നിന്ന് വേണ്ടുവോളം പാൽ കുടിച്ചു. അപ്പോഴത്തേക്ക് പശുവിന്റെ ഉടമസ്ഥൻ ഓടിക്കെത്തിച്ചെത്തി. ആശ്ചര്യത്തോടെ നോക്കി നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. വീട്ടിലെ തുടർച്ചയായ കഷ്ടപ്പെടുത്തലുകൾ സഹിക്കവയ്യാതെ ഒരു ദിവസം വീട് വിട്ടിറങ്ങിയ സുധാമണിയെ അയൽവാസിയായ ഒരു സ്ത്രീ ആശ്വസിപ്പിച്ച് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരുന്ന് സുധാമണി വളരെ നേരം കരഞ്ഞു. കരഞ്ഞ് ബുദ്ധി വിട്ടു. വസ്ത്രമെല്ലാം വലിച്ചു കീറി നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി. ഈ സമയത്ത് എവിടെ നിന്നോ ഒരു സർപ്പം ഇഴഞ്ഞു വന്ന് സുധാമണിയുടെ ദേഹത്ത് കയറി. അത് നാക്കുകൊണ്ട് സുധാമണിയുടെ മുഖത്ത് നക്കാൻ തുടങ്ങി. അല്പം മാറി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നവർ ഭയന്ന് കരഞ്ഞു. പാമ്പ് സുധാമണിയെ കടിച്ചു കൊല്ലും. ക്രമേണ സുധാമണിയുടെ മനസ്സ് താഴേക്ക് വന്ന് സ്വസ്ഥമായി. അതോടെ സർപ്പം എങ്ങോട്ടേക്കോ ഇഴഞ്ഞ് മറയുകയും ചെയ്തു. തത്തകളെ സുധാമണിക്ക് ഇഷ്ടമായിരുന്നു. തത്ത ദേവിയുടെ വാഹനമാണല്ലോ. ചിലപ്പോൾ ദേവി നീ എൻ്റെ അടുത്ത് വരില്ലേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം തത്തകൾ പറന്നു വരും. ഒരാൾ ഒരു തത്തയെ പിടിച്ച് കുഞ്ഞിന് കൊടുത്തു. അത് എപ്പോഴും കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയിരിക്കും. ഒരു ദിവസം ധ്യാനത്തിന് ശേഷം സുധാമണി ചിന്തിച്ചു, ലോകം എത്ര ഭയാനകമാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കണിക പോലും എങ്ങുമില്ല. എങ്ങും കപടവേഷങ്ങളെ കാണുന്നുള്ളൂ. ഈ ലോകം പാപികളെ കൊണ്ട് നിറഞ്ഞു. നേരായ മാർഗം കാട്ടാൻ ആരുമില്ലല്ലോ. ഈ ചിന്ത മൂലം കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകി തുടങ്ങി. ബാഹ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനാവാതെ കുറെ നേരം അങ്ങനെ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് സുധാമണി തൻ്റെ മുന്നിലിരുന്ന തത്തയെ ശ്രദ്ധിച്ചു. അതും എന്തോ മനോവേദന പോലെ കണ്ണുനീരൊഴുക്കുന്നു. തൻ്റെ തീക്ഷ്ണമായ വേദന തത്തയെയും ചലിപ്പിച്ചിരിക്കുന്നു എന്ന് സുധാമണി മനസ്സിലാക്കി. എങ്ങും ഒരേ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു. എല്ലാ ജീവികളിലും ഈശ്വരാംശം നിറഞ്ഞിരിക്കുന്നു എന്ന് സുധാമണിക്ക് അപ്പോൾ മനസ്സിലായി. സജ്ജനങ്ങളെ, ദേവീ സാധന എന്ന 10ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.